അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോ റേറ്റ് ആൻഡ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞ ഒരു 2 പോയിന്റ് കൂടി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഫ്ലോ റേറ്റ് എന്താണെന്ന് നോക്കാം. ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഡ്രോപ്പ് അക്രോസ് ദ കണക്ടിങ് പൈപ്പ് ആയിരിക്കും. അതായത് ഫ്ലോ റേറ്റ് വന്നിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തെ വന്നിട്ട് പമ്പോടെ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ നോക്കി ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസ് വന്നിട്ട് നമ്മൾ എന്താണ് എവാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പിന്റെ കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ആ പമ്പിന്റെ കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈപ്പ് യൂസ് ചെയ്യുന്നില്ലേ, ആ പൈപ്പിൽ ക്രിയേറ്റഡ് ആകുന്ന പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഡ്രോപ്പ് അക്രോസ് ദി കണക്ടിങ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ട്യൂബ് അല്ലെങ്കിൽ പൈപ്പ്. ഫ്ലോ ഡ്രോപ്പ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഡ്രോപ്പ് അക്രോസ് ഇൻ എ കണക്ടിങ് പൈപ്പ് ആയിരിക്കും. ഇനി ഫ്ലോ റേറ്റ് വന്നിട്ട് ഏതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഒരു കണക്ഷൻ ചെയ്യുന്ന പൈപ്പ് കാണിച്ചില്ല എണ്ണ, ആ പൈപ്പിന്റെ ഡയാമീറ്റർ, ലെങ്ത് ഓഫ് ദ കണക്ടിങ് ട്യൂബ് അല്ലെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷൻസ്, ഇത് എല്ലാത്തെയും ഡിപ്പെൻഡ് ചെയ്തതായിരിക്കും ഈ ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോഴേക്കും. വാക്യൂം വെച്ചിട്ട് നോക്കുമ്പോഴേക്കും വാക്യൂം മെഷർമെന്റ് ആണല്ലോ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ഈ വാക്യൂം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴേക്കും മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ ത്രൂ പുട്ട് എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നു, മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞതാണ് ത്രൂ പുട്ട് എന്നുള്ളതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇലക്ട്രിക്കൽ ഇതിനകത്ത് കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് നമ്മൾ എന്താണ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യും. അതിൽ ആർ എന്തായിരിക്കും നമുക്ക് വരുന്നത്, റെസിസ്റ്റൻസ് ഈക്വൽ ടു വി ബൈ ഐ എന്നായിരിക്കും വരുന്നത്. അപ്പൊ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറഞ്ഞത്, കണ്ടക്ടൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ കണ്ടക്ടൻസ് ആയിട്ട് വരുമ്പോഴേക്ക് എന്ത് ഇക്വേഷൻസ് വരും, കറന്റ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞു വരും. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഒരു സിസ്റ്റം, ഒരു പൈപ്പിന്റെ കണക്ഷൻ, അതിന്റെ പ്രഷർ ഡ്രോപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിന് ത്രൂ പുട്ട്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാൻ പോകുന്നത്, കണ്ടക്ടൻസിന്റെ ഒരു ഈക്വേഷൻസ് ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ത്രൂ പുട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ എടുക്കണേന്, പ്രഷർ ഡ്രോപ്പ് ഡെൽറ്റ പി എടുക്കണേന്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കണ്ടക്ടൻസ് എന്താണെന്ന് നമ്മൾ പറയണേ. അപ്പൊ സി ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് വരും, ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്നായിരിക്കും വരുന്നത്. നമ്മുടെ ഈ ഈക്വേഷൻസ് നിങ്ങൾ എഴുതണമെന്നില്ല, ഇലക്ട്രിക്കൽ സൈഡിലുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. ഈ സി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇവിടെ ഓംസ് ലോ ഓഫ് വാക്യൂം ടെക്നോളജി, അതായത് നമ്മുടെ വി ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞത് ഓംസ് ലോ അല്ലേ, അതേപോലത്തെ ഒരു ഈക്വേഷൻസ് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഈക്വേഷൻസ് എന്തെന്ന് പറയുന്നത് ഓംസ് ലോ ഓഫ് വാക്യൂം ടെക്നോളജി എന്ന് പറയും. അപ്പൊ ഈ ഈക്വേഷനും ഇതും കൂടി കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്തെന്ന് പറഞ്ഞിട്ട് വരും, സി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിട്ട് വരും, ക്യൂ എന്ന് പറയുന്നത് കറണ്ട് ആയിട്ട് വരും, ഡെൽറ്റ പി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഈ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പമ്പയും സിസ്റ്റത്തെയും നമ്മൾ ഒരു പൈപ്പ് വെച്ചിട്ട് കണക്ഷൻ ചെയ്യത്തില്ലേ, അതാണ് കണക്ടിങ് പൈപ്പ്. അതിലെ കൂടിയാണല്ലോ നമുക്ക് കണ്ടക്ടിങ് ആകുന്നത്. ആ പൈപ്പിന്റെ എന്താണ് കണക്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് റേറ്റ്, പമ്പിങ് സ്പീഡ് വന്നിട്ട് അഫക്റ്റ് ആകുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു പൈപ്പാണ്, ഒരു സിമ്പിൾ ആയിട്ട് ഒരു ലീനിയർ ആയിട്ട് ഒരു പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടക്ടൻസ് എന്തായിരിക്കും, ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ പ്രഷർ ഡ്രോപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഈക്വേഷൻസ് ആയിട്ട് എഴുതുമ്പോൾ സി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി. ഇത് രണ്ട് പൈപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒരു പമ്പും ഒരു സിസ്റ്റത്തെയും കണക്ഷൻ ചെയ്യുമ്പോഴേക്കും അവിടെ നമ്മൾ എന്താണ് ടോട്ടൽ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പാരലൽ ആണ്. പാരലൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കപ്പാസിറ്റൻസ് പോലെ ആയിട്ട് ഒന്ന് ഓർത്താൽ മതി. പാരലലിനകത്ത് പറയുമ്പോഴേക്കും നമ്മൾ ആഡിങ് ചെയ്യണം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ഡിസൈനിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, പൈപ്പിന്റെ കണക്ഷൻ വന്നിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ മേലിൽ വന്നിട്ട് നമ്മൾ ഒരു പമ്പ് ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്തോ, ഇവിടെ താഴെ വന്നിട്ട് ഒരു സിസ്റ്റം ഇരിക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തെ ഞാൻ പമ്പോടെ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 3 ടൈപ്പ് ഡയാമീറ്റർ അല്ലെങ്കിൽ ലെങ്ത് മാറുന്ന കണക്ടിങ് പൈപ്പുകളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ കണ്ടക്ടൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോഴേക്കും 1/C0 ഈക്വൽ ടു
1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടാണ്, രണ്ട് ഡിഫറെന്റ് പൈപ്പ് ഉണ്ട്, ആ രണ്ട് ഡിഫറെന്റ് പൈപ്പ് ഞാൻ സീരീസിലാണ്, സോറി ഇവിടെ പാരലലിലാണ് കണക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. മൂന്നോ നാലോ ഡിഫറെന്റ് പൈപ്പുകൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സീരീസിലാണ് കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള പൈപ്പിംഗ്, ഇങ്ങനത്തെ പൈപ്പിംഗ് സിസ്റ്റംസും നമുക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട്, സിംഗിൾ ആയിട്ട് ഒരു പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, Q/Δp എന്ന് മാത്രം ഇട്ടാൽ മതി. ഇത് ഞാൻ ഒരു പമ്പയും സിസ്റ്റത്തെയും കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് പൈപ്പ് എടുത്തിട്ട് അത് ഞാൻ ഇങ്ങനെ പാരലലി കണക്ഷൻ ചെയ്യുമ്പോഴേക്കും അതിന്റെ കണ്ടക്ടൻസ് വന്നിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, രണ്ടിന്റെയും കണ്ടക്ടൻസിനെയും ആഡ് ചെയ്യണം. ഇത് വന്നിട്ട് ഞാൻ സീരീസിലൊക്കെയാണ് കണക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് വന്നിട്ട് ആഡ് ചെയ്യണം. അതാണ് ഈ അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഫോർ കോംപ്ലക്സ് വാക്യൂം പൈപ്പിംഗ് സിസ്റ്റം ദ ഓവറോൾ കണ്ടക്ടൻസ് ഇസ് ഫൈൻഡിങ് ബൈ എബോവ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓവറോൾ കണ്ടക്ടൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു, എല്ലാ കണ്ടക്ടൻസിനെയും ആഡ് ചെയ്താൽ മതി. അതാണ് സിഗ്മ സമ്മേഷൻ ഓഫ് CI എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. സീരിയൽ കണ്ടക്ടൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്നായിരിക്കും. അപ്പൊ സമ്മേഷൻ ഓഫ് 1/C എന്നായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ.